ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ. വേറൊന്നല്ല, നമ്മുടെ അലീസ തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വെച്ച് നമ്മുടെ കുക്കറിലോട്ട് കഴുകി വെച്ച് നമ്മുടെ ഗോതമ്പ് നുറുക്കെടുത്തിടണം. ഇനി അതിലോട്ട് പകുതി തക്കാളി, സവോള, ക്യാരറ്റ്, ചെറിയ 2 കഷ്ണം ചിക്കനും കുനുകുനാന്നരിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയിലയും പാകത്തിന് ഉപ്പും 2 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് ഇനി ഇത് മൂടി നിൽക്കും പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നല്ല സ്പോഞ്ച് പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിനുശേഷം ഒരു ബൗള് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഫ്ലെയിം ഓഫാക്കി ചെറുള്ളി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കാൻ മറക്കരുത്.